നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. തിരുമാന്ധാംകുന്നിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ കേരള ജ്യോതിഷത്തിലൂടെ അടുത്തറിയുന്നത്. തിരുമാന്ധാംകുന്ന് എന്നുള്ളത് പെരിന്തൽമണ്ണയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയായുള്ളതാണ്. അങ്ങാടിപ്പുറം എന്നുള്ളതായിരിക്കുന്ന സ്ഥലത്തിൽ. ഇവിടെ പണ്ട് വെള്ളാട്ടിരി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു. വള്ളുവ നഗരം എന്നാണ് പഴയ പേര്. ധാരാളം നെല്ല് വിളയുന്ന ഐശ്വര്യപൂർണമായിരിക്കുന്നൊരു നാടാണിത്. കുലശേഖര രാജാക്കന്മാർക്ക് ശേഷം സാമൂതിരി തിരുനാവായ പിടിച്ചടക്കുന്നത് വരെ മാമാങ്ക മഹോത്സവത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വെള്ളാട്ടിരിക്കായിരുന്നു. വെള്ളാട്ടിരി തമ്പുരാക്കന്മാരുടെ പരദേവതയാണ് തിരുമാന്ധാംകുന്നിൽ ഭഗവതി. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥകളെക്കുറിച്ച് പഴമക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ളതായിരിക്കുന്ന ഐതിഹ്യ കഥ ഇപ്രകാരമാണ്. മാന്ധാതാവ് തിരുമാന്ധാംകുന്നിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. അപ്പോൾ ഈ മാന്ധാതാവ് എന്നുള്ളതായിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് പരതി കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ എത്തേണ്ടി വരും. ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട പ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവാണ് യുവനാശ്വൻ എന്ന രാജാവ്. സന്താനങ്ങളില്ലാതെ ദുഃഖിച്ച് ഉപവാസം മുതലായ കഠിനവ്രതങ്ങളെല്ലാം തന്നെ എടുത്ത് ക്ഷീണിച്ച അദ്ദേഹം ഒരു ദിവസം ഭൃഗു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറി എന്നാണ് പറയുന്നത്. ഭൃഗു മഹർഷി തൻ്റെ പുത്രന് പുത്രസൗഭാഗ്യമുണ്ടാകുവാൻ വേണ്ടി ദിവ്യമന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ച് പുത്രൻ്റെ ഭാര്യയ്ക്ക് നൽകുവാൻ വേണ്ടിയിട്ട് കലശത്തിൽ സൂക്ഷിച്ചിരുന്ന ജലം ഈ രാജാവ് എടുത്തു കുടിച്ചു എന്നാണ്. അതായത് യുവനാശ്വൻ എന്ന രാജാവ് ഈ ജലം എടുത്തു കുടിച്ചു. ഈ വിവരമറിഞ്ഞ ഭൃഗു മഹർഷി ഓടിയെത്തിയെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. വിധിയെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ആ രാജാവ് ഗർഭം ധരിച്ചു. വയറ് പിളർന്ന് ആൺകുഞ്ഞ് പുറത്തു വരികയും ചെയ്തു. കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം മുല കുടിക്കുവാൻ വേണ്ടി ആ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ സാധിക്കും? ആ സമയത്തിൽ ദേവേന്ദ്രൻ തൻ്റെ ചൂണ്ടാണി വിരൽ വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മാം ദാസ്യതി എന്ന്, എന്നെ കുടിക്കുക എന്ന്. അതുകൊണ്ട് അവന് മാന്ധാതാവ് എന്ന് പേരുണ്ടായി എന്നാണ് മഹാഭാരതത്തിലുള്ള കഥ. മാന്ധാതാവ് വളർന്നു വലുതായി രാജാവായതിനു ശേഷം അദ്ദേഹത്തിന് ഭക്തി കൂടുതലായി. മാന്ധാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു. മഹർഷിയായി ഭാരതം മുഴുവനും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങാടിപ്പുറത്ത് എത്തിയ അദ്ദേഹം അവിടെയുള്ള വന്യസൗന്ദര്യവും ശാന്തതയും കണ്ട് ആ ഭാഗത്ത് തന്നെ തപസ് അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. തപസ്സിൽ പ്രസാദിച്ച മഹാദേവനായ ശിവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ചോദിച്ചുകൊള്ളാൻ. ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം പാർവതീദേവിയുടെ കയ്യിലാണ് എന്ന് ശിവൻ അറിയാം. ശിവനാകെ ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ പാർവതീദേവി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്ധാതാവിന് സമ്മാനിച്ചു. താൻ ആരാധിച്ചു കൊണ്ടിരുന്ന ജ്യോതിർലിംഗം കാണാതായതായി അറിഞ്ഞ പാർവതീദേവി ഭദ്രകാളിയെയും ശിവഭൂതഗണങ്ങളെയും ഈ ശിവലിംഗം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി അയച്ചു. ഭദ്രകാളി മാന്ധാതാവ് മഹർഷിയെ അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇത് നടന്നില്ല. അങ്ങനെ വീരഭദ്രന്റെ നേതൃത്വത്തിൽ ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾ ആയുധങ്ങളുമായി മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു. മഹർഷിയുടെ ശിഷ്യന്മാർ അവിടെയുള്ള കാട്ടുപഴങ്ങളെല്ലാം തന്നെ പെറുക്കിയെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായാണ് ശിവഭൂതഗണങ്ങളുടെ മുകളിൽ വീണത്. ഒടുവിൽ ആ ഭൂതഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. ഇന്നും ആ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ചടങ്ങ് തുലാമാസത്തിൽ ക്ഷേത്ര സങ്കേതത്തിൽ അരങ്ങേറി വരാറുണ്ട്. ആട്ടമരങ്ങളുടെ കായ്കൾ കൊണ്ടുള്ള ഏറ്. ആട്ടക്കായ്കൾ ദിവ്യായുധങ്ങളായി രൂപപ്പെടുത്തിക്കൊണ്ടായിരുന്നല്ലോ ആ യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി ദേവി തന്നെ നേരിട്ട് വന്ന് ഫലമായി തന്നെ ശിവലിംഗം എടുത്തു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. മഹർഷിയും വിട്ടില്ല. ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കിപ്പിടിച്ചു. ഈ വടംവലിയിൽ ജ്യോതിർലിംഗം 2ആയി പിളർന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്തിൽ ശിവനും പാർവതിയും അവിടെ നേരിട്ടെത്തി ഇരുവരെയും അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ശ്രീ മൂലസ്ഥാനത്ത് വിഗ്രഹം ഇന്നും പിളർന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി വിഷ്ണുവും ബ്രഹ്മാവും ശിവനും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നും കഥയുണ്ട്. ശ്രീ മൂലസ്ഥാനത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭദ്രകാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കി മാന്ധാതാവ് വടക്കോട്ട് തിരിച്ച് ശ്രീ മൂലസ്ഥാനത്തിനടുത്തായിട്ട് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു.
ആ ദേവിയാണ് തിരുമാന്ധാംകുന്നിൽ ഭഗവതി. ഭദ്രകാളിക്കാണ് ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം എന്ന് മനസ്സിലായല്ലോ. വടക്കേ കൊടിമരത്തിനടുത്ത് നിന്ന് ബലിക്കൽപുരയിലൂടെ കയറി നാലമ്പലത്തിൽ ചെല്ലാം. മാതൃശാല എന്ന ശ്രീകോവിലിലാണ് തിരുമാന്ധാംകുന്നിലമ്മയുടെ പ്രതിഷ്ഠ. ആദിപരാശക്തിയായ മഹാമായ സപ്തമാതാക്കൾക്കൊപ്പം ഭദ്രകാളിയായി വിരാജിക്കുന്നു. 6 അടിയോളം ഉയരമുള്ള ദാരു വിഗ്രഹമാണ് മാതൃശാലയിൽ. രൗദ്രഭാവത്തിൽ വടക്കോട്ട് ദർശനം. ദാരു വിഗ്രഹത്തിന് ഒരാൾ വലിപ്പമുണ്ട്. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹം തിരുമാന്ധാംകുന്നിൽ ഭഗവതിയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. വിഗ്രഹത്തിന് നല്ല കറുപ്പാണ്. അത് ചാന്താട്ടം കൊണ്ട് ഉണ്ടായതാണ്. വർഷത്തിലൊരിക്കൽ ചാന്താട്ടം അതിഗംഭീരമായി തന്നെ നടക്കുന്നു. ആടിയ ചാന്ത് തൊട്ട് കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള ബാധ ഉപദ്രവങ്ങളും ശത്രുഭയവും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ദേവിയെ ഭജിച്ചാൽ ക്ഷുദ്രാഭിചാരങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദേവി പീഠത്തിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് മരുവുന്നത്. വേതാളമില്ല. ഇടതുകാൽ മടക്കി വലതുകാൽ തൂക്കിയിട്ടിരിക്കുന്നു. അഷ്ടബാഹുക്കളും ദിവ്യായുധങ്ങളുണ്ട്. ചുവന്ന പട്ടുടുത്ത് കിരീടവും കനകാഭരണങ്ങളും അണിഞ്ഞ് ദുഷ്ടന്മാർക്ക് ഘോരരൂപിണിയായും ഭക്തന്മാർക്ക് ഭക്തവത്സലയായും തിരുമാന്ധാംകുന്നിൽ ഭഗവതി വിരാജിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന വ്യക്തികൾ ആദ്യമായി ആദരിച്ചു വന്നിക്കുന്നത് ശ്രീ മൂലസ്ഥാനത്തെയാണ്. ശിവശക്തി സാമീപ്യം ശ്രീ മൂലസ്ഥാനത്തിലാണുള്ളത്. തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു. അതിനുശേഷമാണല്ലോ മാന്ധാതാവ് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത്. ഭദ്രകാളിയുടെ ശ്രീകോവിൽ അത്ര കണ്ട് വലുതല്ല. അവിടെ ശിവപാർവതിമാരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. അവിടെ കാണുന്ന ചെറിയൊരു ശിവലിംഗം പണ്ട് പാർവതീദേവി ശിവനെ വരനായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് പൂജിച്ച വിഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീ മൂലസ്ഥാനത്തിൻ്റെ അടുത്ത് വടക്കുഭാഗത്ത് മാന്ധാതാവ് തപസ് ചെയ്തൊരു പുണ്യഭൂമി കാണുവാൻ കഴിയും. അങ്ങോട്ടും നോക്കി വന്നിക്കാം. ശ്രീ മൂലസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറേ നട അടച്ചിരിക്കുകയാണ്. അത് വെള്ളാട്ടിരി രാജകുടുംബാംഗങ്ങൾ എഴുന്നള്ളുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. ശ്രീ മൂലസ്ഥാനത്ത് പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഗണപതിയുടെ സാന്നിധ്യവും ഉണ്ട്. ഈ ഉണ്ണി ഗണപതി ക്ഷിപ്രപ്രസാദിയും മംഗളകാരിയുമാണ്. ഇഷ്ടമാംഗല്യത്തിനും സർവാഭീഷ്ടസിദ്ധിക്കും ഗണപതിക്ക് നടത്തുന്ന വഴിപാടാണ് മംഗല്യപൂജ. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടത്താറുള്ളത്. തുലാമാസത്തിലെ 30 വെള്ളിയാഴ്ച മഹാമംഗല്യപൂജ വളരെയധികം പ്രസിദ്ധമാണ്. സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയൊരു കിളിവാതിലിലൂടെയാണ് തൊഴുക. എന്നാൽ മംഗല്യപൂജയുടെ സമയത്ത് മാത്രം ഗണപതിയുടെ നേരെയുള്ള വാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നതാണ്. വിവാഹ തടസ്സം മൂലം ദുഃഖിക്കുന്ന വ്യക്തികൾ ഇവിടെ തുടർച്ചയായി മംഗല്യപൂജ നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. ഭൂരിപക്ഷം പേർക്കും രണ്ടാമത്തെ പൂജയ്ക്ക് മുൻപിലായി തന്നെ വിവാഹം നടക്കാറാണ് പതിവ്. വിവാഹം കഴിഞ്ഞാൽ പോലും ഈ പൂജ മുടങ്ങാതെ നടത്തണമെന്നാണ് പറയുക. അതായത് 3 പൂജയും തികയ്ക്കണം. അപൂർവം ചിലർക്ക് മാത്രമാണ് 3 പൂജയും ചെയ്തതിന് ശേഷം വിവാഹം നടക്കാറുള്ളത്. വർഷത്തിലൊരിക്കൽ എന്ന രീതിയിൽ വേണം 3 വർഷം തുടർച്ചയായിട്ട് ഈ മംഗല്യപൂജ നടത്തേണ്ടത്. ഞാൻ ഈ വീഡിയോയുടെ മുൻപിൽ പറഞ്ഞതുപോലെ ഗണപതിയുടെ അടുത്താണ് മംഗല്യപൂജ നടത്തുക. സാധാരണഗതിയിൽ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മംഗല്യപൂജയ്ക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുന്നു എന്നാണ് മിക്കവരുടെയും വിശ്വാസം. ദേവിയുടെ അടുത്ത് ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ദേവിക്കായി ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഗണപതിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഉള്ളത്. മംഗല്യപൂജ നടത്തുന്നത് ഗണപതിക്കാണ്. വിഘ്നേശ്വരൻ എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങളും മാറ്റിത്തരുന്നതായാണ് വിശ്വാസം. മംഗല്യപൂജയ്ക്ക് എത്തുന്നതായിരിക്കുന്ന വ്യക്തികൾ കാലത്ത് 9 മണിക്ക് മുൻപിലായി തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. പൂജയിൽ പങ്കെടുക്കാൻ ഇപ്പോഴെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. പൂജ കഴിഞ്ഞതിന് ശേഷം പ്രസാദവും മേടിച്ചു വേണം മടങ്ങുവാൻ. ശ്രീ പാർവതീദേവി പൂജിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്നതായിരിക്കുന്ന ശിവലിംഗമാണ് ഇവിടെ ഏറ്റവും വിശേഷമായിട്ടുള്ളത്. അതിനെയും നല്ലതുപോലെ തൊഴുത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ശിവനെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ എല്ലാം തന്നെ വിവാഹം നല്ല രീതിയിൽ നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ നടക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസവും അനുഭവവും. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.